നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാര്യം ഇവിടെ അടുത്ത് ക്ലബില് പരിപാടിയായിരുന്നു, ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പൊ മൊത്തം സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം വരുന്നത്. ഇന്നും കൂടി കാണുമായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ലേറ്റ് ആവും കുറച്ച് വീഡിയോ വരാൻ, ക്ഷമിക്കുക. അപ്പോ നമുക്കിന്ന് നമ്മുടെ ഡേ 36ന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ക്യാപ്റ്റൻ ആ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ടീമുകളെ ഡിവൈഡ് ചെയ്തു. പിന്നെ അതല്ലാതെ നമ്മുടെ കിച്ചൺ ടീമിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ, അതായത് പഴയ വെസൽ വാഷിംഗ് ടീമിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗിസേലിന്റെ ഫേവററ്റിസം ഒക്കെ ഇന്നലെ അവിടെ ചെറിയ രീതിയിലൊന്ന് പൊളിഞ്ഞു. അതേപോലെ തന്നെ അനീഷിന്റെ കാര്യങ്ങളും നമുക്ക് കുറച്ച് അവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആദിൽ നൂറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതായത് നോമിനേഷൻ ഇല്ലേ, അതിപ്പോ നമ്മൾ അക്ബറും അപ്പാനിയും കൂടി ചെയ്ത അതേ രീതി തന്നെയാണ് ആദിൽ നൂറെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അത് രണ്ട് കണ്ടസ്റ്റന്റ് ആക്കിയതിനു ശേഷം അത് ചെയ്യുന്നത് ശരിയല്ല. അതെ, അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഖിൽമാരാര് വരുന്നുണ്ട് കേട്ടോ. അപ്പോ അത് പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല, ഒരു പ്രമോഷൻ ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ടാസ്കോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ ഒന്നുമല്ല. എങ്കിൽ പോലും നല്ല സന്തോഷം ഉണ്ടല്ലേ കണ്ടപ്പോ. അതെ അതെ, എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് മെറ്റീരിയൽ തന്നെ പറയണം ഇല്ലേ. അതെ, മൈൻഡ് ഗെയിമും എല്ലാം കൂടി ആളൊരു ജഗജാല കില്ലാടിയായിരുന്നു. അതെ അതെ, ഏറ്റേഴ്സ് കുറെ കാണും, എന്നാലും ചില ഫോൾട്ടൊക്കെ ഉണ്ട്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഡേ 36 ആണ്. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ പാട്ടായ തകില് പുകില്, ആ ഒരു പാട്ടുണ്ടല്ലോ, തകില് പുകില് അതെ, അതിട്ടൊക്കെയാണ് തുടങ്ങിയത്. ഇങ്ങനെയല്ല ഇങ്ങനത്തെ വൈബ് പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ ഇട്ട് ഇങ്ങനെ അവര് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു അല്ലേ. അതെ അതെ, രസമാണ് രാവിലെ. അതെ, അപ്പോ ഇവിടെ രാവിലെ തന്നെ ഗിസയിലും ബിന്നിയും തമ്മിൽ കിച്ചണിൽ ഒരു വഴക്കാണ്. അതായത് ബിന്നി വെസൽ വാഷിംഗ് ആണ്, അതേപോലെ തന്നെ ഗിസയില് കിച്ചൺ ടീമാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ചായ ഇടും, അവർക്ക് ഇപ്പൊ 18 പേരാ ടോട്ടൽ ഉള്ളത്. അപ്പൊ ഇവര് ചായ ഇടുന്നതെന്ന് പറഞ്ഞാൽ 2 പാത്രത്തില, ഒരു പാത്രത്തിൽ 10 പേർക്കുള്ള ചായ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ 2 പാത്രത്തിലായിട്ടാണ് ചായ ഇടുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ വെസൽ വാഷിംഗ് ടീം അവരുടെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴുകാതെ ആണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, ഇന്നലത്തെ രാത്രിത്തെ പാത്രവും കഴുകില്ല, മെനഞ്ഞാന്നത്തെ പാത്രവും കഴുകാനുണ്ട് കേട്ടോ. അത് ഓൾറെഡി ലാലേട്ടന്റെ എപ്പിസോഡിൽ കംപ്ലൈന്റ് വന്ന് സംസാരിച്ച കാര്യമാണ്, പക്ഷെ ഇപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഗിസയില് അവിടെ ഇരുന്ന ഒരു പാത്രത്തിൽ ഓൾറെഡി നമ്മളെ ബിന്നീടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പാത്രങ്ങൾ ഇരിക്കുന്നത് കഴുകി വെക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് കഴുകിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നു കേട്ടോ. അപ്പോ അതായത് തിരിച്ചു തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിസയിൽ നോക്കുന്നു, നീ സീനിയർ അല്ലേ, നീ ഇവിടെ മുന്നേ ഉള്ളതല്ലേ, അപ്പൊ അവരൊക്കെ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, നിനക്കത് പറഞ്ഞ് ചെയ്യിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഗിസയിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു പാത്രം ഇവര് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാത്രം ക്ലീൻ ചെയ്ത് വെച്ചില്ല. അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ച പാത്രത്തില് 10 പേർക്കുള്ള ചായ മാത്രം ഗിസയിൽ ഇട്ട് വെച്ചിട്ട് ഗിസയിൽ പോയി കേട്ടോ. അപ്പൊ ഈ പാത്രം മാത്രമല്ല, ഗ്ലാസ്സിൽ ഈ സേമിയ പായസം ഒക്കെ ഓണത്തിന് കൊടുത്തത് പോലും കഴുകി വെക്കാതെ ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ, 2 ദിവസം മുമ്പത്തെ പാത്രങ്ങൾ വരെ അവിടെ ഇരിപ്പുണ്ട്. അത് വെസൽ വാഷ് ടീമിന് കൂടി അറിയത്തില്ല അത് 2 ദിവസം മുമ്പ് ഇരിക്കുന്നതാണെന്നും കൂടി. കോർഡിനേഷൻ ആണ് കുക്കിംഗ് ടീമും വെസൽ വാഷ് ടീമുമായിട്ട്. അപ്പൊ ബിന്നി ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ 10 ഗ്ലാസ് ചായ ഗിസയിൽ ഇട്ട് വെച്ചത് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ളവർ ചായ കുടിക്കാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗിസയിൽ പറയുന്നുണ്ട്, ഈ പാത്രം കഴുകി വെക്കാതെ എനിക്ക് ചായ ഇടാൻ പറ്റില്ല, ഉള്ളതിൽ ഞാൻ ഇട്ട് വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ബിന്നി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് കഴുകണമെങ്കിൽ നിങ്ങൾ പറയണം, പറഞ്ഞാൽ കഴുകി തരുമല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു പറയേണ്ട കാര്യമില്ലല്ലോ, വെസൽ വാഷിംഗ് ടീമിന്റെ ഉത്തരവാദിത്തമാണല്ലോ അത് കഴുകി കൊടുക്കുക എന്നുള്ളത്. എല്ലാവരും തലേ ദിവസം തന്നെ കഴുകി വെക്കുന്നതാണ്. അതെ, പിന്നെ ഇത് കഴുകി കൊടുത്തതിന് ശേഷം നമ്മുടെ റെന ഫാത്തിമ ഇട്ട് ഇവർക്ക് എല്ലാവർക്കും ചായ കിട്ടിയിട്ടോ. പിന്നെ ഇത് ഇവിടെ പറയാനായിട്ടാണെങ്കിൽ ഓൾറെഡി ഗിസയിൽ ഒരു ഫേവറേറ്റീസ് ഉണ്ട്. അതെ അതെ, ഇതിനു മുമ്പ് ഇന്നത്തെ കാര്യത്തിൽ നമുക്കൊരു റീസൺ ആയിട്ട് പറയാം, പാത്രം കഴുകിയില്ല എന്ന് ഗിസയിലിനും ആ ടീമിനും പറയാമെങ്കിൽ തന്നെയും ഗിസയില് ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഡെയിലി ചായ ഇട്ട് കൊടുക്കുന്നത്, ബാക്കിയുള്ളവരാണ് പിന്നീട് വന്നാണ് ചായ ഇട്ട് കുടിക്കുന്നത്. സ്ഥിരം അനു പറയുന്നുണ്ട് കേട്ടോ, ഗിസയില ചായ ഇട്ട് ഇവിടെ ആമ്പിള്ളേർക്ക് മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് കിട്ടൂല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഗിസയിലിന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഗിസയിൽ ചായ എടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ അല്ലായിരുന്നു, ആർക്കും ഒഴിച്ചു കൊടുത്തൊന്നും ഇല്ല ഗിസയിൽ, അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ബിന്നി പറയുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കുന്ന, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് റെന ഇട്ടപ്പോഴാണ് കിട്ടിയത്. അപ്പൊ റെന പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ള ചായ ഞാൻ ആ വെസല് വാഷ് ചെയ്ത് തന്നപ്പോ ഞാൻ ഇട്ട് തന്നില്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്ന്
ചോദിക്കുന്നത്. അപ്പൊ ബിന്നി പറയുന്ന അങ്ങനല്ല, നിങ്ങൾ ചോദിച്ചാലല്ലേ ചെയ്തു തരും. അതായത് ബിന്നി ഉദ്ദേശിക്കുന്ന ഫേവറേറ്റിസം ഉണ്ട് എന്നുള്ളതാണ് ബിന്നി പറയുന്നത്. പക്ഷെ അതങ്ങോട്ട് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. അതെ, അത് അങ്ങനെയാണ് ആ ഒരു ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഗ്ലാസ് ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലാസ് എല്ലാവരും അവരവർ തന്നെ കഴുകണം, ഇവിടെ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. അതേപോലെ തന്നെ പ്ലേറ്റ്സും അവരവർ തന്നെ കഴുകണം, ബാക്കി പാത്രങ്ങളൊക്കെ കഴുകും. ഇവിടെ ഗ്ലാസും കഴുകിയില്ല, പ്ലേറ്റും കഴുകിയില്ല, പാത്രങ്ങളും കഴുകിയില്ല, ഒന്നും കഴുകിയിട്ടില്ലായിരുന്നു. അതായത് മെനഞ്ഞാന്നുണ്ടാക്കിയ റൊട്ടിയുടെ പാത്രം വരെ കഴിവാതെ അവിടെ ഈച്ചയും ഉറുമ്പും ഒക്കെ വന്നിരിക്കുകയായിരുന്നു. അതെ, മസ്താനിയൊക്കെ വരുന്ന ടീമല്ലേ, ഇത് മാറിയിട്ടില്ല. ഇപ്പൊ ഇന്നാണ് മാറുന്നത്. അപ്പം മസ്താനിക്ക് ഓൾറെഡി ഇത് കംപ്ലൈന്റ് വന്നതാണ്. എനിക്ക് തോന്നുന്നു ആര് പറഞ്ഞാലും പുള്ളിക്കാരി അത് ഒരു മൈൻഡ് ഇല്ലാത്തല്ലേ, ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു മൈൻഡ് ഇല്ലാത്ത ഒരു പുള്ളിക്കാരി. എന്തൊരു സ്വഭാവം മനസ്സിലാവുന്നു. അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഒരു കിച്ചൺ വഴക്കെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ ആദിലയും നൂറയും കൂടി ഇവിടെ ഇരുന്ന് നൂറയ്ക്ക് കിട്ടിയ പവറിൽ ആരെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ആദില പറയുന്നത് നമുക്ക് വീക്കായിട്ടുള്ള ആളെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അതായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോൾ നൂറ് പറയുന്നത്, അതായത് ആദില അഭിലാഷിനെയാണ് പറയുന്നത്. അപ്പൊ നൂറ് പറയുന്നത് എനിക്ക് ആര്യനെയും ഒരു ചെറിയ ഇതുണ്ട്, അക്ബറിനെ ഇതുണ്ട്, അപ്പൊ ഞാൻ അത് വെച്ചിട്ട് അപ്പം ആദില പറയുന്നത് എന്തായാലും നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ആവുന്ന ഉറപ്പുള്ള ഒരാളെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടമല്ലാത്തതും, ഔട്ട് ആവുന്നു വീക്ക് എന്നുള്ളതും, ഔട്ട് ആവുന്ന ഉറപ്പുള്ള ഒരാളെ ചെയ്യണം. അല്ലാതെ ഇച്ചിരി സപ്പോർട്ട് ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അത് അതിൽ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അതിലെ നൂറയും ബാത്റൂം ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസെ നീ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ചീത്തയാവരുത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ആദില നൂറ സുബ്രൂട്ടൻ എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദില പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രഭാതം എന്ന് നമ്മുടെ അനീഷ് പറയുന്നതിൽ നിന്നാണ് സുപ്ര എടുത്തിട്ട് സുബ്രൂട്ടൻ എന്ന് ഇട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അതില് സുബ്രൂട്ടിൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അനീഷ് പറയണേ എന്നെ അങ്ങനെ വിളിക്കരുത്, എന്റെ കൺസേൺ ഇല്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ചോദിക്കണം അപ്പൊ ചേട്ടൻ എല്ലാരെയും വിളിക്കാം അല്ലേ, അപ്പം മഴക്കഴുത, ഭൂതം, അതൊക്കെ വിളിക്കാല്ലേ. അപ്പം അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇനി വിളിക്കില്ല, എനിക്ക് കുറച്ച് തെറ്റ് പറ്റിപ്പോയി, ഞാൻ അത് തിരുത്താനായിട്ട് നോക്കുകയാണ്, അപ്പോ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി അത് ചെയ്യാന്ന് നോക്കുമ്പോ ഉടനെ 100 വയ്ക്കുന്നത്. എന്നിട്ട് ചേട്ടൻ സോറി പറഞ്ഞു. അപ്പോഴത്തേക്ക് അനീഷ് ഇല്ല സോറി പറഞ്ഞില്ല. അപ്പം സോറി പറയുന്ന ഇല്ല സോറി പറയത്തില്ല, ഞാൻ അതിന് സോറി പറയത്തില്ല, ഇങ്ങനെ തിരുത്തത്തേ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അതിൽ പറയുന്നത് അത് ഡബിൾ സ്റ്റാൻഡാണ്, അങ്ങനെ പറയാൻ പാടില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറയണം. അപ്പോൾ അത് അർഹിച്ച് ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ വീണ്ടും ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്ന ടൈമിലും ഈ സുബ്രൂട്ടൻ എന്ന് വീണ്ടും വിളിക്കുന്നതിന്റെ പേരിൽ അനീഷ് അത് ഭയങ്കരമായ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു കേട്ടോ. സ്ത്രീ കാർഡൊക്കെ ഇറക്കി പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ടോക്ക്. കാരണം അനീഷ് വിളിക്കുമ്പോൾ അത് പ്രശ്നമില്ല, അവർ അർഹതപ്പെട്ട് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്നു. തിരിച്ചെന്തെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ അനീഷിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അനീഷിന്റേതായ ചില വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത് തിരിക്കണം, ഇന്നതുപോലെ ചെയ്യണം, ഇന്നത് നടക്കണം, അത് ഞാൻ തന്നെ ആദ്യം പോകണം, ഞാൻ തന്നെ അത് ചെയ്യണം എന്നുള്ള ചില വാശികളൊക്കെ ഉണ്ട്. അതിലാണെങ്കിൽ ആൾ ഉറച്ചു നിൽക്കും. അതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ വലിയ കുറെ കാര്യങ്ങൾ നടന്നാൽ അതൊന്നും ആൾ മൈൻഡ് ചെയ്യത്തില്ല. അല്ല, പക്ഷെ ഇന്ന് അനീഷ് നല്ല രീതിയിൽ ആളുടെ ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി വരുന്നതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അനീഷ് ഇങ്ങനെ നിന്ന് അതിലെ 100 എടുത്ത് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് ഒന്ന് പഴം പകുതി തുറന്നു വെച്ച് തിന്നിട്ടാ പഴം വന്നൊക്കെ തിന്നുന്നുണ്ട്. അനീഷ് അത് അറിയുന്നുകൂടിയില്ല. അനീഷിന് വഴക്കിടുന്ന വീട്ടിൽ അനീഷ് പരിസരം ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഷാനവാസ് വന്ന് ഓരോന്നോരോന്ന് എടുത്ത് കഴിച്ചോണ്ടിരിക്കുക ആള്. ഇനി അടുത്തത് നമ്മുടെ നോമിനേഷൻ ആണ്. നോമിനേഷൻ ആണ് ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ, അപ്പൊ നോമിനേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ നോമിനേഷനിൽ നമുക്ക് ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ടാസ്കുകളിലൊക്കെ എന്തെങ്കിലും ഒരു പവറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. ക്യാപ്റ്റനെ ഈ വട്ടം നോമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിലവിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിനെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മറ്റേ ജീവിതകഥ പറയുന്ന ഒരു വൈൽഡ് കാർഡുകളുടെ ജീവിതകഥ പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ ജിഷിൻ വിജയിച്ചത് കൊണ്ട് നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാം ഇതിൽ വരുന്നുണ്ട്, നോമിനേഷനിൽ വരുന്നുണ്ട്. അങ്ങനെ അവര് ലക്ഷ്മി, മസ്താനി, സാബുമാൻ, പിന്നെ പ്രവീൺ, ഇവർ ഇത്രയും പേര് നോമിനേഷനിലുണ്ട്. പിന്നെ വേറെ കിരീട യുദ്ധം ടാസ്കില് നൂറ വിജയിച്ച, നൂറയ്ക്കുള്ള ഒരു പവറും ഉണ്ട്. നൂറയ്ക്ക് ഡയറക്ടർ ആളെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ആര്യനെയാണ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാല് ഗെയിം അത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ലാലേട്ടൻ പറയുമ്പോഴും ബാക്കിയുള്ളവർ ജീവിതകഥ സംസാരിക്കുമ്പോഴും എല്ലാം ഒരുമാതിരി തമാശ എന്ന രീതിയിലാണ്
സംസാരിക്കുന്നത്, ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് നോറ ചെയ്യുന്നത്. പക്ഷെ ആര്യൻ അത് ഇഷ്ടപ്പെട്ടില്ല. ആര്യൻ കുറെ കൂടെ പറയുന്നുണ്ട് കേട്ടോ, ഗിസേലിന്റെ ഷാഡോ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ആര്യൻ ആദിലടുത്ത് സംസാരിക്കുമ്പോ നൂറ കയറി ഇടപെടുമ്പോ ആര്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ആദിലടുത്തല്ലേ സംസാരിച്ചു, നീ എന്തിനാ അതിൽ സംസാരിക്കണേ, ഞങ്ങൾക്കറിയാം സംസാരിക്കാം, അപ്പൊ നീ ഷാഡോ ആണോ ആദിലയുടെ എന്നും പറഞ്ഞിട്ട് അവരമ്മ അങ്ങനെ ഒരു ടോക്ക് അവിടെ നോമിനേഷന്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത നോമിനേഷൻ ആണ് കേട്ടോ, ഓരോരുത്തരും വന്ന് നോമിനേറ്റ് ചെയ്തതാണ്. ഇതിൽ മെയിൻ ആയിട്ട് ആര്യൻ നോമിനേഷൻ ആയത് മൊത്തവും ഈ ഒരു ഗിസേലിന്റെ ഷാഡോ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ നോമിനേറ്റ് ചെയ്തതില് പ്രവീണാണ് ആദ്യം വന്ന് ചെയ്തത്. അത് ബിന്നിയാണ് ചെയ്തേക്കുന്നത് സേഫ് ഗെയിം, ഡബിൾ ഗെയിം, സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ. രണ ഫാത്തിമ പറയുന്നത് ഷാഡോ ആയിട്ട്, അതായത് ഗിസേലിന്റെ ഷാഡോ ആയിട്ടൊക്കെ ഒരു ഗ്രൂപ്പിന്റെ ഷാഡോ ആയിട്ട് മാറുന്നു രണ എന്ന് പറയുന്നുണ്ട്. പിന്നെ വന്നത് ആദിലയാണ്. അഭിലാഷിനെയും ബിന്നിയാണ് ചെയ്യുന്നത്. അഭിലാഷിന് ചെയ്തേക്കുന്നത് പവർ കൊടുത്തതിൽ നൂറയോട് ഉള്ളത് ആദിലയോട് കുത്തിത്തിരിപ്പ് ചെയ്തു. അതായത് നമ്മുടെ നൂറയ്ക്ക് പവർ കിട്ടിയായിരുന്നല്ലോ, അപ്പൊ നൂറ ആ ഒരു കലിപ്പ് ആദിലോട് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലായിടത്തും പോയിട്ട് ആദിലേക്ക് നേരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നാണ്, അഭിലാഷം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ബിന്നി സ്ക്രീൻ സ്പേസ് വേണ്ടി നോക്കുന്നു എന്നങ്ങനെ പറയുന്നത്. ലക്ഷ്മി വന്നിട്ട് രണ ഫാത്തിമ ആദിലയാണ് പറയുന്നത് സ്വന്തമായിട്ട് ഗെയിമില്ല, ഷാഡോ ആയിട്ട്. അതേപോലെ ആദിലെ പറഞ്ഞേക്കുന്നത് വോട്ട് ബേസ് ഗെയിമിലാണ്, അതായത് വോട്ടിനനുസരിച്ചാണ് ആദിലയുടെ ഗെയിം ഉപയോഗിക്കുന്നത്. അതായത് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു ഷാഡോ പോലെയാണ് അതിലും നൂറയും നിൽക്കുന്നത്. കാരണം ഇപ്പൊ അവര് രണ്ടുപേരും രണ്ടാക്കി ഒറ്റ ഗെയിം പോലെ, അത് അതിൽ നൂറയും സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നത് ഇപ്പോഴും എന്നാണ് പറയുന്നത്. പിന്നെ അക്ബർ പറഞ്ഞേക്കുന്നത് അനുവിനെയും അനീഷിനെയാണ്. അനുവിനെ പറഞ്ഞേക്കുന്നത് ഗിസേൽ ആര്യൻ ഇഷ്യൂയിൽ സോറി പോലും പറഞ്ഞിട്ടില്ല, അത് തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അനീഷിനെ പറഞ്ഞേക്കുന്നത് സെയിം ഇഷ്യൂ തന്നെ, പക്ഷെ ഒന്നും മിണ്ടാതിരുന്നു. അല്ലാത്തതിലെല്ലാം തെറ്റും ശരിയും നോക്കി പറയുന്ന ആള് ഇതിലൊന്നും മിണ്ടാതിരുന്നു, ഒരു നിലപാട് എടുത്തില്ല എന്നാണ് പറയുന്നത്. അടുത്ത ബിന്നിയാണ്. നെവിനെയും ആദിലാണ് പറയുന്നത്. നെവിനെ പറയുന്നത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരു സൈഡ് വലിവുണ്ട് വൈൽഡ് കാർഡിനോട്, കാര്യം പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദില എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഗെയിമായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ മസ്താനി വന്നിട്ട് രണ ഫാത്തിമയും ഗിസേലിനെയും പറയുന്നുണ്ട്. അതായത് രണ പെങ്ങളൂട്ടി കാർഡ് കളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഗിസേൽ ആര്യന്റെ ഷാഡോയിൽ നിൽക്കുന്നു, ഷാഡോ ആക്കിന്ന്, ആര്യനെ ഷാഡോ ആക്കി കളിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആര്യൻ അനുവിനെയും ആദിലയാണ് പറയുന്നത്. അനുവിനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു, എഫേർട്ട് ഇല്ല ഗെയിമിൽ എന്ന് പറയുന്നുണ്ട്. ആദില പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒനിയിൽ വന്നിട്ട് ബിന്നിയും ആദിലയും പറയുന്നുണ്ട്. ബിന്നിയെ വന്നിട്ട് ഒരു ചിയർ ലീഡർ എന്ന് പറയുന്നുണ്ട്. അത് ഒരു ഗെയിമിലൊന്നും ഒരു വ്യക്തതയില്ല, പിന്നെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ചിയർ ലീഡർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ ആദില വന്നിട്ട് ജഡ്ജ്മെന്റലാണ് എന്നിങ്ങനെ ആദിലെ പറയുന്നുണ്ട്. സാബുമ വന്നിട്ട് ഷാനവാസിനെയും അനീഷിനെയും പറഞ്ഞത്, അതായത് ഷാനവാസിനെ വീട്ടുകാരെ വിളിക്കുന്ന ഒരു അച്ഛനെ പോയി വിളിയെന്നൊക്കെ പറയത്തില്ല, അതിന് പറയുന്നുണ്ട്. അനീഷ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രശ്നമുണ്ട്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം രണ ഫാത്തിമ വന്നിട്ട് അഭിലാഷിനെ അനുവിനെയും പറയുന്നുണ്ട്. അഭിലാഷിനെ സ്ക്രൂ കയറ്റി കൊടുക്കുന്നു ഓരോ വിഷയങ്ങളിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനുവിനെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല 6th വീക്ക് ആയിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അനു ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഇത്രയും കണ്ടന്റ് എന്തൊക്കെ നെഗറ്റീവാണ് എന്തോ ആയിക്കോട്ടെ, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. രണ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ജിഷിം വന്നിട്ട് ബിന്നിയും രണയും പറയുന്നുണ്ട് ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഷാഡോ ആയിട്ട് ഇരിക്കുന്നു എന്നിങ്ങനെ പറയുന്നത്. ആ രണ്ടുപേരെ ഒരേപോലെ തന്നെ പറയുന്നത്. പിന്നെ ഷാനവാസ് വന്നിട്ട് നെവിനെയും അനുവിനെയും പറയുന്നുണ്ട്. നെവിൻ ക്യാപ്റ്റൻസി ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അനുവിന്റെ കാര്യം സ്വന്തം കാര്യം നേടിയെടുക്കാൻ, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് നിൽക്കുന്നത്. അതായത് ഷാനവാസ് അനുവിന് വേണ്ടി നിന്നിട്ട് പോലും ഒരു നന്ദി പോലും അതിനുള്ളതില്ല അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ മറ്റേ അക്ബറായിട്ടുള്ള ചെരുപ്പ് അകത്ത് നൈറ്റ് നടന്ന ഇഷ്യൂ ഇല്ലേ, അത് അനു ആണ് ഷാനവാസിനെ വെളിയിൽ നിന്ന് ഷാനവാസിനെ വിളിച്ചുകൊണ്ട് വന്നത്. അന്ന് അങ്ങനെ ഭയങ്കര വഴക്കെ, ഇവർ തമ്മിൽ വഴക്കൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഒക്കെ അടുത്ത ദിവസം ബിഗ് ബോസ് വിളിച്ച് ഭയങ്കര വാണിംഗ് ഒക്കെ കൊടുത്തില്ലേ. എന്നിട്ട് അനു ഒന്നും തിരക്കോ ഒന്നും ചെയ്തില്ല. അപ്പൊ അത് വെച്ചോണ്ടാ പറയുന്നത് പുള്ളിക്കാരൻ. പിന്നെ അനു വന്നിട്ട് അക്ബറിനെയും ആദിലയും പറയുന്നുണ്ട്. അക്ബർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആദില ആര്യൻ ഗിസേൽ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു, ആദ്യമേ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ലാലേട്ടൻ വന്നപ്പോൾ ആര്യന്റെയും ഗിസേൽ കാര്യത്തിൽ അനുവിനെ കിടന്ന് കുറ്റപ്പെടുത്തി കള്ളിയാക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അടുത്ത കട്ടപ്പയെ ആക്കി എടുക്കാൻ നോക്കുകയാണ്. അറിയത്തില്ല. അഭിലാഷ് ആദിലെ പറയുന്നുണ്ട്, അതായത് എക്സ്കർഷന് വന്നേക്കുകയാണെന്നാണ് പറയുന്നത്. അതെ ഒരു ടൂറിന് വന്ന പോലെ അല്ല. പക്ഷെ എനിക്ക് അതിൽ തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞ അഭിലാഷാണ്. ആദിലെ വെച്ചിട്ട് നോക്കി അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. കളിക്കുന്നത് അഭിലാഷ് തന്നെയാണ്.
പിന്നെ ബിന്നിയെ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയർഗേളായി ഇരിക്കുന്നത് പറയുന്നുണ്ട്. ഈ ചെയർഗേള് പെട്ടെന്ന് എവിടെ നിന്ന് എല്ലാവർക്കും വന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഗിസയിൽ വന്നിട്ട് അഭിലാഷിനെ സേഫ് ഗെയിം ആയിട്ടും കണ്ണിങ് പ്ലെയർ ആയിട്ടും പറയുന്നുണ്ട്. ആദിലെ വീക്ക് പ്ലെയർ ആയിട്ട് പറയുന്നുണ്ട്. നെവിൻ അഭിലാഷിനെയാണ് പറയുന്നത്, അതും സേഫ് ഗെയിം തന്നെയാണ് പറയുന്നത്. അക്ബറിനെ പറയുന്നുണ്ട്, അതായത് ലാലേട്ട് വരുമ്പോ പൂച്ചയായിട്ടിരിക്കും, അല്ലാത്തപ്പോ സിംഹം ഇട്ട് കടിച്ചു കയറാൻ ചെല്ലും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ അനീഷിന് വലിയ പണി കിട്ടിയതില് ഇനിയുള്ള ഒരു ദിവസം, അതായത് ബിഗ് ബോസ് തീരുന്നത് വരെ അനീഷിന് നോമിനേഷൻ പവർ ഇല്ല എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അനീഷ് ഓടിച്ചാടി എണിച്ചിട്ടുണ്ട്, എനിക്ക് നോമിനേഷൻ ചെയ്യണം, എനിക്ക് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യാനുള്ള പവർ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ, പക്ഷെ എനിക്ക് പബ്ലിക് ആയിട്ട് അത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ട്. അടിപൊളി അല്ലെ, അടിപൊളി. പബ്ലിക് ആയിട്ട് വന്ന് എന്നിട്ട് റീസൺ ആയിക്കോട്ടെ, നോമിനേഷൻ പവറോ കാര്യങ്ങളോ ഇല്ല, പക്ഷെ ആ കാണിച്ചൊരു ഗട്ട്സ് ഉണ്ടല്ലോ, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ ഗെയിം ആയിരുന്നു. കാര്യം ബാക്കിയുള്ളവരെ എക്സ്പോസ് ചെയ്യാനും പറ്റും, പിന്നെ അതുപോലെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ പുള്ളിക്കാരെ ഇച്ചിരി ഇല്ലേ, നല്ലൊരു ഗെയിം ആയിരുന്നു അത് എടുത്തത്. അപ്പോ അനീഷ് നോമിനേറ്റ് ചെയ്ത രണ്ടുപേര്, അതായത് സ്റ്റേജിന്റെ മുമ്പിൽ വന്ന്, സ്റ്റേജ് അല്ല ലിവിംഗ് റൂമിന്റെ മുമ്പിൽ വന്ന് പറയുന്ന രണ്ടുപേരും ഒന്ന്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നെവിനും എല്ലാരും കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന ഓരോ ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെവിന്റെ കാര്യം പറയുന്നത്, ഇപ്പം വൈൽഡ് കാർഡ് വന്ന് സ്ക്രീൻ സ്പേസ് ഒക്കെ അല്ല, നല്ല പ്രസൻസ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, തന്നെ ഇച്ചിരി ഓവർ ആക്കുന്നുണ്ട് നെവിൻ. ഇനി ഓവറാക്കി വെറുപ്പിക്കുമോന്ന് അറിയത്തില്ല, എന്തായാലും നല്ല ഓവർ ആക്കുന്നുണ്ട് ആള്. അപ്പോഴത്തേക്ക് അനീഷ് പറയുന്ന ഒന്നും നെവിനാണ്, ക്യാപ്റ്റൻ ആയിട്ട് ഒരു കാര്യമില്ലായിരുന്നു, പൊട്ടത്തരായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ പേരാണ് കേട്ടോ അനുവിൻ്റെത്. അതായത് അക്ബർ സഹിതം ഇന്ന് നോമിനേറ്റ് ചെയ്തത് നിലപാടുള്ള ആള് ഈ ഒരു കാര്യത്തിൽ ഒരു നിലപാടും എടുത്ത് കണ്ടില്ല എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോ ഇന്ന് അനുവിനെയാണ് പറഞ്ഞത്. അനു നല്ല ഞെട്ടുന്നുണ്ട്. അപ്പൊ അനുവിനെ പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാല്, ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ആണ്, ശരി ചെയ്ത് തെറ്റ് ചെയ്തെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ശരി അറിഞ്ഞിട്ട് പോലും അനു തെറ്റിന്റെ ഇത് തന്നെ പിടിച്ചുകൊണ്ട് നിന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് കേട്ടോ നോമിനേറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ വൈൽഡ് കാർഡിലെ ജിഷനൊക്കെ എണീറ്റ് വന്നിട്ട് ഈ പവർ ഞങ്ങൾ ഇല്ലാതാക്കിയ, എന്നിട്ട് വന്നിരുന്നു ചെയ്തു, ഇതിന് ശിക്ഷ കൊടുക്കണം, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു, അനീഷിന്റെ നോമിനേഷന് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജസ്റ്റ് എന്റെ നിലപാട് എനിക്ക് ആൾക്കാരോട് അറിയിക്കണമായിരുന്നു. അത് അങ്ങനെ വേണം ഗെയിം കളിക്കാൻ. ബിഗ് ബോസിൽ എപ്പോഴും ഗെയിം കളിക്കേണ്ട അങ്ങനെ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. നല്ല ഓപ്പൺ ആയിട്ട് അല്ലേ, ചങ്കൂറ്റത്തോടെ നേരിട്ട് സംസാരിച്ച് തന്നെ ഗെയിം കളിക്കണം. അതെന്തായാലും നല്ലൊരു ഗെയിം ആയിരുന്നു കളിച്ചത്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ അതേപോലെ അങ്ങനെ നോമിനേറ്റ് ചെയ്തവര് എവിക്ഷൻ ലിസ്റ്റിൽ വന്നവരെന്ന് പറഞ്ഞാൽ 100 നേരിട്ട് നോമിനേറ്റ് ചെയ്ത ആര്യനുണ്ട്. പിന്നെ തുടർക്കഥ ടാസ്കിൽ ജയിച്ചത് ആളൊഴിച്ച് ബാക്കിയുള്ളവരുണ്ട്. അത് പ്രവീണുണ്ട്, മസ്താനുണ്ട്, ലക്ഷ്മിയുണ്ട്, സാബുമാനുണ്ട്. പിന്നെ നോമിനേറ്റ് ആരുടെ പേര് എന്തൊക്കെ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നതിന് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്, സേഫ് ഗെയിം ഉണ്ട്, നിഴലായി നിൽക്കലുണ്ട്, സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കലുണ്ട്, കാലുവാരലുണ്ട്, കുത്തിത്തിരിപ്പുണ്ട്, കള്ളം പറയലുണ്ട്, ഫേവറേറ്റ്സ് ഉണ്ട്, ഗ്രൂപ്പിസ് ഉണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്, പെങ്ങളൂട്ടി കളിക്കലുണ്ട്, അങ്ങനെ കുറെ പറയുന്നുണ്ട്. അങ്ങനെ 2 വോട്ടായിട്ട് അക്ബറും നെവിനും അനീഷും വന്നിട്ടുണ്ട്. 4 വോട്ടായിട്ട് അഭിലാഷും അനുവും രണയും വന്നിട്ടുണ്ട്. 5 വോട്ടായിട്ട് ബിന്നി വന്നിട്ടുണ്ട്. 7 വോട്ടായിട്ട് ആദിലയും വന്നിട്ടുണ്ട്. ഈ 7 വോട്ട് ആദിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ 100ക്ക് ആ പവർ ഉണ്ട്. ആ പവർ ഇപ്പോഴേ അത് അല്ലേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വീക്കിലോട്ട് അത് പോകുമ്പോൾ റിസ്ക് ഇല്ല എന്ന് വെച്ചോണ്ടാണ് ഇവർ ഇത്രയും പേർക്ക്, എനിക്ക് തോന്നുന്നു ആദിലേക്ക് വോട്ട് കൂടുതൽ വരാൻ. പിന്നെ ഇവർ ഈ ചർച്ച ചെയ്തുള്ള ഈ നോമിനേഷനും ഓരോ കാര്യങ്ങളും അത് വെച്ചോണ്ട് തന്നെയാണ്. കാര്യം രണ്ടുപേരും ചേർന്നല്ലേ ചെയ്യുന്നത്, രണ്ടുപേരും നല്ല സ്ട്രോങ് ആയി വരുന്നുമുണ്ട്, അതാ ഇവർക്ക് ഒരു പേടി. പിന്നെ അത് കഴിഞ്ഞ് സാബുമാനും രണയും, രണ ഫാത്തിമയും, ബിന്നി, ആദിൽ, അക്ബർ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനുവിന്റെ പ്രശ്നമാണ് അത്. ലാലേട്ടൻ വന്നിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു നല്ല സ്റ്റാൻഡേർഡ് ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ തന്നെ നിന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പെട്ടുപോയതാണ്, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പോകത്തില്ല എല്ലാവരുടെയും മുമ്പിൽ, അതുകൊണ്ട് ആള് അങ്ങനെ തന്നെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിന്നത് എന്നിങ്ങനെ അവരുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ബാക്കി 4 വൈൽഡ് കാർഡുകളും അനുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന സമയത്ത് സാബുമാൻ പറയുന്നത് പെട്ടുപോയതാണ് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആളീ ലാലേട്ടനടുത്ത് പറഞ്ഞ കണക്ക് തന്നെ ഇപ്പൊ ഗെയിമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ റെന ചോദിച്ചു.
നമ്മുടെ അനുവായിട്ട് നോക്കുമ്പം പറയുന്നുണ്ട് ഇല്ല അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ ഒരു സംസാരം വരുന്നുണ്ട്. അനുവും പ്രവീണും തമ്മിൽ ഒരു ലവ് ട്രാക്ക് ആണ് നോക്കുന്നതെന്നുള്ള രീതിയിൽ അവിടെ ഒരു സംസാരം നമുക്ക് തോന്നി തുടങ്ങിയായിരുന്നു ലൈവ് കണ്ടപ്പം. എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് സീൻ കണ്ടപ്പോ അതൊന്ന് ഉറപ്പിക്കാനുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ നമ്മുടെ ലക്ഷ്മിയുടെ ഡ്രസ്സ് മെയിലിട്ടത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ, കൊടയൊക്കെ വെച്ചിട്ട്. അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. പിന്നെ റീഗൽ ജുവലേഴ്സിന്റെ ജ്വല്ലറി യൂണിറ്റിന്റെ ആ ഒരു മറ്റേ പിഗി ബാഗിലെ ഒരു ഡ്രസ് കോയിൻ ഇടുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ കഴിഞ്ഞ വീക്കില് ടാസ്ക് ജയിച്ചവരാണ് കേട്ടോ ഇട്ടത്. അത് ബിന്നി, അഭിലാഷ്, മൂരയാണോ അവർക്ക് കോയിൻ ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ മാസവും അങ്ങനെ കോയിൻ ഇടും. ലാസ്റ്റ് ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കണം കേട്ടോ, നിന്നിട്ട് ഏറ്റവും കൂടുതൽ കോയിനുള്ള ആൾക്ക് നമ്മുടെ ഒരു ഡയമണ്ട് നെക്ലസ് ഉണ്ടല്ലോ അത് കിട്ടൂട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലും നൂറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അതായത് അവര് കിടന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. അതായത് അവിടെ ഈ ഫാമിലി റൗണ്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പൊ ഇവരുടെ ഫാമിലി റൗണ്ടിൽ ആര് വരും എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് കളിയാക്കുന്ന അതല്ല, അതായത് ഇവരുടെ ഇപ്പം ഓരോ ഫാമിലിയുടെ വീഡിയോസ് ഒക്കെ കാണിക്കുന്ന ടൈമില് ഒരു ചേച്ചിയാണ് വരുന്നത്. അപ്പം ദിയ ആണല്ലോ വരുന്നത്, ദിയെന്നല്ലേ പേര്. അപ്പൊ വരുന്നത് അപ്പൊ ഫാമിലി വരുന്നില്ലെന്ന് പറഞ്ഞ് റെനയൊക്കെ കൂടി കളിയാക്കുന്നുണ്ട്. ദിയാസന ഒക്കെ കൂടി കളിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത് എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെങ്കിലും ഫാമിലി റൗണ്ട് വരുന്നു പിടിച്ചു നിൽക്കണം. കാരണം ഇവരുടെ ഒരു ഇവര് വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണല്ലോ. അപ്പൊ ഫാമിലി റൗണ്ട് വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇവരെ കാണാൻ വരും. അറ്റ്ലീസ്റ്റ് അനിയത്തിയെങ്കിലും, അതായത് കഴിഞ്ഞ വട്ടമൊക്കെ നമ്മുടെ മറ്റേ ആരായിരുന്നു മറ്റേ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ല. നാദിറേന്റെ ബന്ധു വന്നായിരുന്നല്ലോ. നാദിറയുടെ ബന്ധു വന്ന സമയത്ത് അതേപോലെ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇവരിയ്ക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട്, നൂറ് പറയുന്നുണ്ട് ഇങ്ങനെ അനിയത്തിമാരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിൽ. പിന്നീട് ഇത് നൂറ മാത്രമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇല്ലേ, ഇന്ന അനിയത്തിമാരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെ ഇടയ്ക്ക് ഒളിച്ചൊക്കെ നോക്കുന്നൊക്കെ സീനൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അതായത് ഒരു പോഡിയത്തിൽ ഒരു കോളം പോലെ ഉണ്ട്. അത് 4 റോ ഉണ്ട്, 4 നിരയുണ്ട്, കോളമുണ്ട്. അപ്പൊ 4 പലതരത്തിലുള്ള കളറ് ഉള്ള ബോൾസ് നിരത്തി വെച്ചിട്ടുണ്ട്. 5 വെച്ച് അങ്ങനെ 4 നിര. അതിൽ നടുക്കത്തെ ഒരു മഞ്ഞ നിര കാലിയാക്കി വെക്കണം. ബാക്കി 4 നിരയിൽ ഇവർ ഒരേ നിറത്തില് കളറ് ഉള്ള ബോൾസ് അടുക്കി വെക്കണം എന്നാണ് രീതിയിൽ. അതേപോലെ ഒരേ സമയത്ത് ഒരു ബോളെ നീക്കാൻ പറ്റത്തുള്ളൂ, 2 ബോളൊന്നും നീക്കാൻ പറ്റത്തില്ല. കളറുകൾ എന്ന് പറയുന്നത് നീലയുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്, ചുമപ്പുണ്ട്. അപ്പോൾ ഒരേ കളറിൽ അടുക്കി വെക്കണം. ഇതാണ് ടാസ്ക്. ഒനീലും ഗിസയിലും അഭിലാഷും ആയിരുന്നു. അതിൽ അഭിലാഷ് നല്ല സ്പീഡിൽ തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിലാഷ് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ക്യാപ്റ്റനായിട്ട് അഭിലാഷാണ് വരുന്നത്. പിന്നെ ടീം തിരിക്കുന്നതാണ്. അതില് കിച്ചൺ ടീമായിട്ട് ബിന്നി, നൂറ, അക്ബർ, പ്രവീൺ, ഗിസേലിനെയാണ് എടുത്തത് കിച്ചൺ ടീമില്. അപ്പൊ ഇതിൽ ക്യാപ്റ്റൻ ആയിട്ട് പ്രവീണിനെയാണ് വന്നത്. പിന്നെ വെസൽ ടീമില് ലക്ഷ്മി, അനി, ഷാദില ആണ് കേട്ടോ വെസൽ ടീമിൽ. അപ്പം ഗിസേലിന് കിച്ചൺ ടീം വേണ്ട, കഴിഞ്ഞ കിച്ചൺ ആണെന്ന് പറഞ്ഞിട്ട് വെസലിലേക്കാണ് ഗിസേലിനെ ഇട്ടത്. അപ്പൊ ആര്യനെ വിളിച്ചപ്പോ ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, ടീം തിരിക്കുന്ന ടൈമിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആര്യനെ വിളിച്ചപ്പോ ആര്യൻ പറഞ്ഞു ഞാൻ 2 വട്ടം കിച്ചണും ഇതുമായിരുന്നു, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പറഞ്ഞു, എന്നാ അനു ഇതിലില്ലായിരുന്നല്ലോ, വെസലിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അനു പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ നിന്നപ്പോ ഞാൻ വെസലും ഒക്കെ കഴുകിയിട്ടുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അതൊരു മുട്ടാനായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം വെസൽ ടീമിലില്ലായിരുന്നു, ഇടയ്ക്കൊന്ന് കഴിയുമെന്നും പറഞ്ഞിട്ട് വെസലി വരത്തില്ല എന്നുള്ളൊരു വാശി നല്ലതല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അനീഷിനെ ക്യാപ്റ്റൻ ആണ് നമ്മുടെ ഈ ഒരു വെസൽ ടീമിൽ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയപ്പോ അതും ഗിസയിൽ പ്രശ്നം ഉണ്ടാക്കും. കാരണം എല്ലാ വട്ടം അനീഷിനെയാണ് ക്യാപ്റ്റൻ ആക്കുന്നത്, ഞങ്ങൾക്കും ഒക്കെ ആവണമെന്ന് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അത് ഇത്രയും നാള് വന്ന ക്യാപ്റ്റൻസിന്റെ അടുത്ത് പറയാതെ എന്നോട് പറയേണ്ട കാര്യമില്ല, പോയി പോന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതെന്താ ഗിസയിൽ ഇവിടെ ഉടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് അനു പറയുന്ന എക്സ്ക്യൂസ് അഭിലാഷ് കേൾക്കുന്നു, ഗിസയിൽ പറയുന്ന എക്സ്ക്യൂസ് അഭിലാഷ് കേൾക്കുന്നില്ല. പിന്നെ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അഭിലാഷിന് അനുവിനോട് ഒരു ചായ്വുണ്ട്. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അല്ല, അഭിലാഷ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സേഫ് ഗെയിമാണ് കേട്ടോ അവിടെ കളിക്കുന്നത്. അതായത് ആളിങ്ങനെ വന്ന് നിന്ന് ഓരോന്നൊക്കെ പറയുമെങ്കിലും ആള് നല്ല രീതിയിൽ സേഫ് ഗെയിമാണ് കളിക്കുന്നത്. ഈ ഫാൻ സോൺ വന്നതിന് ശേഷം മാറിയ 2 പേരാണ്, ഒന്ന് നെവിനും ഒന്ന് അഭിലാഷുമാണ്. അഭിലാഷിന്റെ ഗെയിം സ്ട്രാറ്റജി നോക്കിയാൽ തന്നെ അറിയാം. ആദ്യത്തെ ആഴ്ച ഭയങ്കരമായിട്ട് ബേളം വെച്ച് എല്ലാ തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു.
പെട്ടെന്ന് ലാലേട്ടന്റെ ഒരു ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ആള് പെട്ടെന്ന് ഗെയിം മാറ്റി. ഓക്കെ, അത് നല്ലതായിരുന്നു. പക്ഷെ ആളങ്ങ് സൈലന്റ് ആയി പോയി, ഗെയിം അങ്ങനെ പോയി. പിന്നെ ഫാൻ സോണിൽ ഫാൻ ഉണ്ട്, വൈൽഡ് കാർഡ് വന്നപ്പോൾ ആർക്കൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ കൂടെയായി. ആ രീതിയിൽ അഭിലാഷിന്റെ ഒരു ഗെയിം പോകുന്നത്. അപ്പൊ അത് അടുത്ത ഫ്ലോർ ടീമാണ്. ഇതിൽ തന്നെ നമുക്ക് ലൈവിൽ അറിയായിരുന്നു. അതായത് മസ്താനി, അനു, സാബുമാൻ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് അനു അവിടെ നിന്ന് ഷാനവാസിക്ക് കൂടെ വിളിയെന്ന് പറഞ്ഞോണ്ട് അഭിലാഷ് വന്നിട്ട് ഷാനവാസിക്ക വരവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് പറഞ്ഞു കൈ വയ്യാതിരിക്കുകയാണല്ലോ. അപ്പൊ കൈ വയ്യാതിരിക്കുമ്പോൾ നമുക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഗിസയിൽ വന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും പറ്റില്ല, എന്റെ കയ്യിൽ സ്റ്റിച്ച് ഉണ്ട്, എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷ് കാരണം നീയായിട്ടല്ലേ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും മാറ്റി ഷാനവാസിന് തന്നെ ഇട്ടു. എന്നിട്ട് സാബ്മാനെയാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അഭിലാഷ് റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ സാബുമാൻ ഇതുവരെ മിണ്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് നീ വേറെ എന്തെങ്കിലും പറഞ്ഞ് ക്യാപ്റ്റൻ ആക്കിയിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ആക്കുന്ന അങ്ങനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഭിലാഷ് കുറച്ച് ഇറങ്ങി അതാ എന്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ അഭിപ്രായം അങ്ങനെയാണുള്ളത്. അതെ. പിന്നെ ബാത്റൂമിൽ നെവിൻ, ഒണിയൽ, രണ, ആര്യൻ, ഗിസയിൽ ആണ് കേട്ടോ. അതായത് ഗിസയില് നമ്മുടെ കിച്ചൺ വെസൽ വാഷിംഗ് ടീമിൽ നിന്ന് മാറിയിട്ട് ബാത്റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാൻ വയ്യ ബാത്റൂമിൽ വരുമ്പോൾ കൈ നനയത്തില്ല, അത് പ്രശ്നമില്ലായിരിക്കും. ഇതിൽ ഗിസയിലാണ് ക്യാപ്റ്റൻ. അപ്പം നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട് ഒരാളും കൂടെ വെസലിൽ പോണം, അതായത് ഇത്രയും പേര് വേണ്ടല്ലോ ബാത്റൂം ടീമിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ അനു ചോദിക്കുന്നുണ്ട് ഇതെന്താടി നിനക്ക് ഇതിൽ നിൽക്കുമ്പോ കൈ നനയത്തില്ലേ എന്നുള്ളതും നമ്മുടെ അനു ചോദിക്കുന്നുണ്ട് കേട്ടോ ഗിസൈലിന്റെ അടുത്ത്. അനുവിന് പിന്നെ ഗിസൈൽ എന്താണ് ചെയ്യുന്നത്, ഗിസൈലിന്റെ എന്താ പ്രശ്നം എന്നുള്ള തിരക്ക് അത് ഓപ്പൺ ആയിട്ട് അനു ചോദിക്കുകയും ചെയ്യും. അത് അനുവിന്റെ ഗെയിം അത് തന്നെയാണ്, ഗിസൈലിന്റെ പുറകെ പോക്കലാണ് അനുവിന്റെ ഗെയിം. പക്ഷെ ഗിസൈലിന് സെയിം ഈഗോ ഉണ്ട്, പക്ഷെ ഗിസൈൽ അത് പുറത്ത് കാണിക്കത്തില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ വരുമ്പോ അങ്ങ് വെളി വരും. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനും മസ്താനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഇവിടെ ഞാൻ എന്റെ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല, പലരും വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ എനിക്കത് പറയാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോ അപ്പം ഒരു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നയാണോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മസ്താനി ചോദിക്കുന്നുണ്ട് എനിക്കും അതാ ചോദിക്കാനല്ല, കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്താണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അല്ല ഞാൻ ഒരു കമ്മ്യൂണിറ്റിയും റെപ്രസെന്റ് ചെയ്തല്ല വന്നത്, മാത്രമല്ല എന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് പറയാനുള്ള എനിക്കും അത് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് നെവിൻ വന്നിട്ട് നമ്മുടെ അവിടെ ഡൈനിങ് ടേബിളിൽ പഞ്ചസാര ഇരിക്കുന്ന ഒരു 2-3 സ്പൂൺ എടുത്തിട്ടിട്ട് ചായ ഉണ്ടാക്കുമ്പോഴേക്കും ജിഷൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ പഞ്ചസാര എടുത്തിടാൻ പറ്റത്തില്ല, ഇവിടെ എല്ലാവർക്കും ഉള്ളത് ഒന്നാമത് തികയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നെവിൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താ പറയണെന്ന് വെച്ചാൽ പഞ്ചസാര വളരെ കുറവാണല്ലോ, ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുക 4-5 മട്ടൊക്കെ ഇടുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു ചെറിയ വഴക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നൂറെ അതിലേയും കൂടെ ഫാമിലിയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനു പ്രവീണിന്റെ കൈ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്, അതായത് പുതിയ സ്ട്രാറ്റജി വരുന്നുണ്ട്. അല്ല വൈൽഡ് കാർഡ് വന്നപ്പോഴേ പ്രവീൺ വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചതായിരുന്നു അനു പ്രവീണായിട്ട് ഒരു ലവ് സ്ട്രാറ്റജി കാണും എന്ന് ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങൾ സംസാരിച്ചതുമായിരുന്നു അല്ലെ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അനു ഓൾറെഡി ഒരു ലവ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ആര്യനും ഏജ് അറിഞ്ഞുകൊണ്ട് ശേഷം നടക്കത്തില്ല, പിന്നെ വേറെ ആരും ഇല്ല എന്ന പ്രവീണും വന്നത് തൊട്ട് അനുവായിട്ട് അതായത് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്തും നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവര് തമ്മിൽ ഒരു ഇത് പോകുന്നുണ്ട്, കൈ നോക്കലും അതിന്റെ ചിരിയും കളിയും. എന്തിനാ എത്ര ചിരിയെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിന്റെ പേര് ബെഡിന്റെ ആ ഒരു സൈഡിൽ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചു വെച്ചിരുന്ന അത് കാണുന്നില്ല. അപ്പൊ മസ്താനിയുടേതാണോ അത് മാറ്റി നോക്കുമ്പോ മസ്താനി അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അഭിലാഷ് വന്നിട്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല ഒരു പേരല്ലേ വേറൊരു സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞു എനിക്കത് പറ്റില്ല, ഞാൻ എന്നും ഇത് കണ്ടുകൊണ്ടാണ് എനിക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ അനു വന്നിട്ട് ചോദിക്കുന്നത് എന്നും ചേട്ടന്റെ പേരല്ലേ, ചേട്ടന് ഓർമ്മയില്ല, അത് കണ്ടുകൊണ്ട് എണീക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നീ നിന്റെ പാവ വന്നത് പിന്നെ പാവേനെ നോക്കിക്കൊണ്ടല്ലേ രാവിലെ ഓർക്ക് എണീക്കിരിക്കും ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അനു അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് ഭയങ്കര വാശി കാണിച്ചു. അവസാനം അക്ബർ ഒരു വെള്ള നെയിൽ പോളിഷ് എടുത്തു കൊടുത്തിട്ട് അത് വെച്ചിട്ട് എഴുതി വെക്കുന്നുണ്ട് ഇനി അങ്ങനെ മായ്ക്കൂന്ന് കാണണമെന്ന് പറയുന്നത്. അപ്പൊ മസ്താനി നാളെ മായ്ക്കാം എന്ന് പറഞ്ഞിട്ട് മസ്താനി എങ്ങനെ ഒരു ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഹേർട്ട് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ആവശ്യമില്ലാത്ത വാശികളും കുറെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ഭുതം വന്നത് അനു വന്ന് ചോദ്യം ചെയ്തതാ. കാര്യം ഇത്ര ഒരു പാവയെ കൊണ്ടിട്ട് നമ്മുടെ ഷാനവാസിന്റെ മുതു മൊത്തം അറിഞ്ഞം പുറഞ്ഞം മാന്തി വെച്ചതാ. ആ അനു വന്നിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിന് ഇത്രയും ഡയലോഗ് അടിച്ചത് എനിക്ക് അത്ഭുതമായി പോയി. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിവ്യൂ. അപ്പം ഇന്ന് സമയം മാറ്റിയിട്ടാണ് ഇട്ടേക്കുന്നത്. അതെ, ഇന്നും ഓണാഘോഷ പരിപാടി ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഒന്ന് ലേറ്റ് ആവും, ഇതേപോലെ ഇടേണ്ടി വരും, ക്ഷമിക്കുക. അപ്പം
അത് അടുത്ത റിവ്യൂ ആയി വരുന്നതായിരിക്കും. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരെയും ബൈ.